Good morning to all. Good morning to all. പറയുന്ന ആരുമില്ല, രണ്ടുപേരേ ഉള്ളൂ. ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് പേര് ജോയിൻ ചെയ്യലോ. ആ ടൈമിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അതിര കേട്ടോ? ഓക്കെ മിസ്, ഞാനേ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ക്ലാസ് വേഗം ഓടി വന്ന് കയറിയതാ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും കുറച്ച് ജോയിൻ ചെയ്യുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്താ പോരെ മിസ്സേ? പ്രയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ പോലെ പറയണ്ടല്ലോ, പറഞ്ഞു പോയാ പോരെ? ജസ്റ്റ് ഒന്ന് എന്താന്നൊന്ന് പറഞ്ഞാ പോരെ? ഡയറക്റ്റ് ഒക്കെ സ്പീച്ച്. അത് പിന്നെ ഇത് പ്രയർ ഒക്കെ ചൊല്ലണ്ടേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ശരി, ഓക്കെ. അപ്പോ എല്ലാരും ജോയിൻ ചെയ്യട്ടെ. പ്രയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യൂ. Good morning, ma'am. Good morning, friends. Prayer. ദൈവമേ, ഞാനിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. വിദ്യയേകിടും ഈ വിദ്യാലയത്തെയും നേർവഴി കാട്ടുന്നോരധ്യാപകരെയും നീ തന്നതാമെൻ മാതാപിതാക്കളെയും നിന്നനുഗ്രഹത്താൽ നിത്യം നിറച്ചിടണമേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും
അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. തോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കും എന്ത് വേണമെങ്കിലും നൽകാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ എല്ലാവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒന്നാണ് ദയ. വാക്കുകളിലും പ്രവൃത്തികളിലും എപ്പോഴും ദയയുള്ളവരായിരിക്കുക. താങ്ക് യു. Okay, so how are you all? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? പാർട്ട് സ്പീച്ച്, അതിൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞായിരുന്നു. നെക്സ്റ്റ് എന്താണ്? ഇമ്പരേറ്റീവ്സും ക്വസ്റ്റ്യൻസും പറയൂ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ആരാ പറയുന്നേ? ലിൻഷി പറയില്ലേ? ലിൻഷി പറയോ? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അന്ന് നോക്കി വെച്ചാക്കുന്നതാ. ഓക്കെ ഓക്കെ. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് പറയുന്നില്ലേ? ആരാ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നേ? പറയൂ. അല്ല, മിസ് അത് പറഞ്ഞ കാരണം ഞാൻ പിന്നെ പറയാത്താണ്. അവര് പറഞ്ഞു കഴിയട്ടെ എന്ന് ഓർത്ത. എങ്ങനെ വേണേലും ചെയ്യാം, പറയണമെങ്കിൽ ഞാൻ പറയാം. സ്റ്റാർട്ട് ചെയ്തോളൂ. നല്ല ഓക്കെ, ഞാൻ ഇന്ന് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് നമുക്കറിയാം. ഒരാൾ പറഞ്ഞ വാചകങ്ങൾ ഒട്ടും മാറ്റം വരുത്താതെ പറയുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എഴുതുമ്പം സംസാരിച്ച കാര്യങ്ങൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലാണ് നമ്മൾ ഇടുന്നത്. ഇനി ഇതിന്റെ ഫോർമുല വരണത് സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ഓർ സേസ്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാമു സെഡ് ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. രാമു പറഞ്ഞു, ഞാൻ ഒരു ആപ്പിൾ കഴിക്കുകയാണ്. ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് ഒരാൾ പറഞ്ഞ വാചകങ്ങൾ അതിൽ യാതൊരു മാറ്റങ്ങളും വരുത്താതെ നമ്മൾ മറ്റൊരാളോട് പറയുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ, അതായത് നമ്മൾ സംസാരിച്ച ഒരു കാര്യം നമ്മുടേതായിട്ടുള്ള വാക്കുകളിൽ അതിന്റെ ആദ്യം ആള് പറഞ്ഞതിന്റെ അർത്ഥങ്ങളൊന്നും മാറാതെ മറ്റൊരാളോട് പറയുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ ഇൻവേർട്ടഡ് കോമ ഉണ്ടായിരിക്കില്ല. ഇനി സാധാരണയായിട്ട് ദാറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. പിന്നെ ഇതിലെ ഇൻഡയറക്റ്റ് സ്പീച്ച്, അതായത് ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പം ഇതിന്റെ കൂടെ ടെൻസ്, ടൈം, പ്രോനൗൺസ് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന്റെ ഫോർമുല വരണത് സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ദാറ്റ് പ്ലസ് ചേഞ്ച്ഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഏതാണോ സ്റ്റേറ്റ്മെന്റ് മാറിയത് അത്. ഇനി അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാമു സെഡ് ദാറ്റ് ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഞാൻ ഒരു ആപ്പിൾ കഴിക്കുകയാണെന്ന് രാമു പറഞ്ഞു. സാധാരണയായിട്ട് നമ്മൾ കഥകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ ഒരാൾ നമ്മളോട് പറഞ്ഞ കാര്യം മറ്റൊരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പങ്കുവയ്ക്കുമ്പോഴാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരാൾ പറഞ്ഞത് അതുപോലെ തന്നെ എടുത്തു കാണിക്കാനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഇനി ഇതിൽ വരണതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയണത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയണത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണെന്നാണ്. അതായത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം മറുപടി പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയണത്. ഇത് എപ്പോഴും തുടങ്ങുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ടുള്ള ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ക്യാൻ, വിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ വേർഡ്സ് വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇനി ഇതിന്റെ ഫോർമുല വരുന്നത് ഹെൽപ്പിംഗ് വെർബ്, അതായത് ആമോ, ഈസ്, ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്.
അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ യു ഹാപ്പി, അവിടെ ഫസ്റ്റ് വരണത് ആറാണ്. അപ്പൊ നമുക്കറിയാതെ ഹെൽപ്പിംഗ് വെർബ് ആണെന്നറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്ന് ആയിരിക്കും ബേസിക് ആയിട്ട് വരണത്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് പറയണത് WH ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിന്, അതായത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മളോട് ഒരാൾ ആർ യു ഹാപ്പി ചോദിച്ചു, നമ്മൾ യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞു. ഇനി അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുന്നത്, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അതിനെ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് യെസ് അല്ലെങ്കിൽ നോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കത്തില്ല. അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ മറുപടിയോ നമ്മൾ കൊടുക്കും. അപ്പം യെസ് ഓർ നോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്തതും കൃത്യമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിവരമൊക്കെ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയണത്. ഇനി WH എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളായിട്ടുള്ള വാട്ട്, വെയർ, വെൻ, ഹൂ, വൈ, വിച്ച്, ഹൂസ്, ഹും എന്നിവയൊക്കെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇനി ഹൗ എന്നുള്ള ഒരു വാക്കും ആഡ് ചെയ്ത് വരും കേട്ടോ. കാരണം എച്ച് ഡബ്ല്യു ഒരുമിച്ചല്ലെങ്കിൽ പോലും ഹൗ എന്ന വാക്കിൽ എച്ച് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഇനി ഫോർമുല വരണത് WH വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഫോർമുലാസ് ഞാൻ ഷോർട്ടായിട്ട് ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള ഫോർമുല ആട്ടോ പറയുന്നത്. നമുക്ക് നോട്ട്സിലുള്ളത് തന്നെ പഠിച്ചാൽ മതിയേ. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ടേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് വരണത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? Okay, ma'am. ഓക്കെ, താങ്ക് യു. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം അവിടെ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് യൂസ് ആക്കാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ സെഡ് എന്ന വാക്ക് പകരം ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു എന്നാണ് പറയുന്നതെന്ന് വരുമ്പോൾ അത് എന്താക്കുക, ആസ്ക്ഡ് എന്ന് ആക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം അവിടെ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ആക്കും. കൂടാതെ സെഡ് എന്നതിന് പകരം നമ്മൾ ആസ്ക്ഡ് എന്ന് ആക്കും. ഇനി ഫോർമുല പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ പ്ലസ് WH വേർഡ്സ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പറയോ, ആ സ്ട്രക്ചർ പറഞ്ഞില്ലേ, ഒന്ന് സ്ലോ ആയിട്ട് പറയോ, എഴുതാനാണ്. ഇതാണ് അത്. ഞാൻ ജസ്റ്റ് ഏടെടുത്ത് ചോദിച്ചിട്ട് എഴുതിയെടുത്ത നോട്ട്സ് ആട്ടോ ഇത്. എനിക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അത് നമ്മുടെ നോട്ട്സിലുള്ള സബ്ജക്റ്റ് ആയിട്ട് ക്ലിയർ ആണോ എന്നൊന്ന് നോക്കണം കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് if or whether, if or whether, or WH words, or WH words plus subject plus verb. ഒന്നുകൂടെ പറയാം, സബ്ജക്റ്റ് പ്ലസ് ആസ്ക്ഡ് പ്ലസ് ഇഫ് ഓർ വെദർ ഓർ WH വേർഡ്സ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ പറയണം. ഡയറക്റ്റ് സ്പീച്ചിൽ വരികയാണെങ്കിൽ ഹി സെഡ് ടു മീ ആർ യു ഹാപ്പി. അവിടെ ഡയറക്റ്റ് ആയതുകൊണ്ട് അത് സെഡ് കൂട്ടിയാണ് നമ്മൾ പറയുന്നത്. ഹി സെഡ് ടു മീ ആർ യു ഹാപ്പി. ഇനി അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പം അവിടെ എന്തായിട്ട് മാറും, ആസ്ക്ഡ് വേണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പം ഹി സെഡ് എന്നുള്ളതിന് പറയാം ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഹാപ്പി. അവിടെ ഏതെല്ലാം മാറി, സെഡ് എന്നുള്ളത് ആസ്ക്ഡ് ആയി, ആർ യു എന്നുള്ളത് ഇഫ് ഐ എന്നുള്ളത് ആയി മാറി. ഓക്കെ അല്ലേ?
ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇനി ഓർ നോട്ട് ക്വസ്റ്റ്യൻസ്. ഓർ നോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കാര്യം വേണോ വേണ്ടയോ അല്ലെങ്കിൽ ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഓർ നോട്ട് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ഈ ഓർ നോട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, വെദർ യൂസ് ചെയ്യുന്നത്. അതിനൊരു ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹീ സെഡ് ആർ യു കമ്മിങ് ഓർ നോട്ട്, നീ വരുന്നുണ്ടോ ഇല്ലയോ, അവിടെ ഓർ നോട്ട് ക്വസ്റ്റ്യൻസ് വന്നു. ഇനി അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പം ഹി ആസ്ക്ഡ് വെദർ ഐ വാസ് കമ്മിങ് ഓർ നോട്ട്, അവിടെ വെദർ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ മെയിനായിട്ട് ഇത്രയാണ് അന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ജസ്റ്റ് ഇത്ര ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അങ്ങനെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഇനി അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ആതിര. ഇനി നെക്സ്റ്റ് നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യണേ. ഷൈമയുടെ ക്ലാസ്സിൽ എക്സ്പ്ലനേഷന്റെ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? Yes, ma'am. ഓക്കെ, എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പൊ ആതിര ഏതായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. രണ്ടുപേരില്ല 3 പേരും ചെയ്തിട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ പോർഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു 10 ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ്പ്ലനേഷനിൽ നിന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നിന്നും രണ്ടിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ വീതം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലാസ്സിൽ ചോദിക്കേണ്ടതാണേ, അതുകൊണ്ട് ഇപ്പൊ തന്നെ നോക്കിക്കോളും. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ലഞ്ച് എടുക്കുന്ന ഇമ്പറേറ്റീവ്സ് അതിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ വേണം കേട്ടോ. ഓക്കെ, റെഡിയാക്കി വെക്കുക, ക്ലാസ്സിൽ ചോദിക്കണം. ഓക്കെ, അപ്പൊ ലഞ്ചി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് സമ്മറൈസ് ചെയ്യുവാണ്. അപ്പൊ എന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് റിക്വസ്റ്റ്, കമാൻഡ്, അഡ്വൈസ് അല്ലെങ്കിൽ ഓർഡർ, വാണിംഗ്, ഇൻസ്ട്രക്ഷൻ എന്നീ രൂപത്തിലുള്ള സെന്റൻസിനെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം കമാൻഡ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ, ഇതൊക്കെ കമാൻഡ് രൂപത്തിലുള്ള ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഒരു സെന്റൻസ് കിട്ടുവാണെങ്കിൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് അത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ സെന്റൻസിന്റെയും രൂപം അനുസരിച്ചാണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അത് റിക്വസ്റ്റ്, കമാൻഡ്, അഡ്വൈസ് അങ്ങനത്തെ സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ, അതില് ഇമ്പറേറ്റീവ് സെന്റൻസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ എങ്ങനെയാണ് ഡയറക്റ്റ് ഇമ്പറേറ്റീവ് സെന്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത് എന്നതിന്റെ റൂൾസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നുള്ളത് ടോൾഡ്, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, ഓർഡേർഡ്, കമാൻഡഡ് എന്നിങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെന്റൻസിന്റെ അർത്ഥം ഏത് ടോണിലാണ് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭാവം മനസ്സിലാക്കിയിട്ട് അതിന്റെ ടോണ് അത് ഏത് തരത്തിലുള്ള സെന്റൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇമ്പറേറ്റീവ് സെന്റൻസ് അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നതിനുള്ള റൂൾസ് ആണ് പറയുന്നത്. അത് റിപ്പോർട്ടിംഗ് വെർബ് സബ്ജക്റ്റ് പ്ലസ്, ആദ്യം സബ്ജക്റ്റ് നോക്കുക, പ്ലസ് അത് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യുക, പ്ലസ് ഒബ്ജക്റ്റ്, പ്ലസ് ടു, അതാണ് ഇവിടെ കൺജക്ഷൻ വേർഡ് ആയിട്ട് വരുന്നത്, പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ്, പിന്നെ പ്ലസ് പിന്നെ റിമൈനിങ് ആ സെന്റൻസിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക.
അതാണ് അതിന്റെ റൂൾസ് റെഗുലേഷൻസ് വരുന്നത്. ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പിന്നെ ടു വെക്കണം പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വെർബ്, വെർബിന്റെ ഫസ്റ്റ് ഫോം പ്ലസ് ബാക്കിയുള്ള സെന്റൻസിന്റെ കംപ്ലീറ്റ് ചെയ്യണം, ബാക്കി പാർട്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ ടീച്ചർ, ഡയറക്റ്റ് ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡന്റ് ബി സൈലന്റ്. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡന്റ് ബി സൈലന്റ്. അപ്പൊ ബി സൈലന്റ് കൊട്ടേഷൻ മാർക്കിലായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംപെറേറ്റീവ് സെന്റൻസ് ആക്കുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. അപ്പൊ ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡന്റ് ബി സൈലന്റ്. അപ്പൊ എന്തായിരിക്കും ആ സെന്റൻസിന്റെ ഭാവം എന്താണ്, ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നോക്കാം. സ്റ്റുഡൻസിനോട് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു കമാൻഡ് പോലെ പറഞ്ഞു, ഓർഡർ ചെയ്തു, ടീച്ചർ ഓർഡർ ചെയ്തു എന്നുള്ള വേർഡായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ്, സാധാരണ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വെർബുകൾ ഞാൻ ജസ്റ്റ് പറയാം. ഒന്ന് ടോൾഡ് എന്നായിരിക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് ഇൻ ഇംപെറേറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഏതൊക്കെയാണെന്ന് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ടോൾഡ്, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, ഓർഡേർഡ്, കമാൻഡഡ് അല്ലെങ്കിൽ വാണ്ട് എന്ന് വരാം. ഇത്രയായിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇംപെറേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബുകൾ. ഒന്നുകൂടി പറയാം. ടോൾഡ്, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, ഓർഡേർഡ്, കമാൻഡഡ്, വാണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് ആണ്, ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡന്റ് ബി സൈലന്റ്. അപ്പൊ അതിൽ വരുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഓർഡേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ദ ടീച്ചർ എന്നുള്ളത് സബ്ജക്റ്റ് വരും, ഓർഡേർഡ് റിപ്പോർട്ടിംഗ് വെർബ് ആയിരിക്കും. പിന്നെ വരുന്നത് ഓബ്ജക്റ്റ്. അപ്പൊ ദ സ്റ്റുഡന്റ് പ്ലസ് ടു വെക്കണം എന്ന് പറഞ്ഞു, ടു പ്ലസ് ബി സൈലന്റ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദ ടീച്ചർ ordered the student to be silent. Okay, വേറൊരു സെന്റൻസും കൂടി നോക്കാം. ഡയറക്റ്റ് ഇംപെറേറ്റീവ് സ്പീച്ച്. He said close the door. He said comma quotation markil close the door, quotation mark ക്ലോസ് ചെയ്യാം, full stop. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും? അവിടെ നമുക്ക് ടോൾഡ് അല്ലെങ്കിൽ കമാൻഡ് വെക്കാം, റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഹി ടോൾഡ് ഓർ ഹി കമാൻഡ്. ഒന്നുകിൽ അവിടെ ഒബ്ജക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ വേണമെങ്കിൽ ഒന്നുകിൽ എന്നോട് പറഞ്ഞ രീതിയിലാക്കാം, മീന്ന് വെക്കാം. അല്ലെങ്കിൽ ഹി ടോൾഡ് ഓർ കമാൻഡ് മീ ടു ക്ലോസ് ദ ഡോർ. ഓക്കെ, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഇല്ലല്ലോ, ഈ സെറ്റ്. ഫസ്റ്റ് എക്സാമ്പിളിൽ ദ സ്റ്റുഡന്റ് എന്ന് വന്നിട്ടുണ്ട്, ആരോടാ പറഞ്ഞെന്നുള്ളതുണ്ട്. പക്ഷെ സെക്കൻഡ് സെന്റൻസ് സെക്കൻഡില് നമ്മൾ നോക്കുവാണെങ്കിൽ ഹി സെഡ് ക്ലോസ് ദ ഡോർ, ജസ്റ്റ് ഒരു കമാൻഡ് മാതിരി പറഞ്ഞു, ജസ്റ്റ് ക്ലോസ് ദ ഡോർ എന്ന് മാത്രമുള്ളൂ, ആരോടാണ് പറഞ്ഞെന്നില്ല. പക്ഷെ നമുക്ക് ആ സെന്റൻസിന്റെ നമുക്ക് ഒബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ എന്നോട് പറഞ്ഞതായിട്ടോ നമുക്ക് അവിടെ മീന്ന് വെക്കാം, അതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ് അവിടെ. അപ്പോൾ ഹി ടോൾഡ് മീ ടു ക്ലോസ് ദ ഡോർ, അതാണ് എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? വേണമെങ്കിൽ അവിടെ റിപ്പോർട്ടിംഗ് വെർബ് കമാൻഡ് വേണമെങ്കിൽ വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹി കമാൻഡഡ് മീ ടു ക്ലോസ് ദ ഡോർ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഹി വന്നു, റിപ്പോർട്ടിംഗ് വെർബ് ഞാൻ കമാൻഡ് യൂസ് ചെയ്തു. ഇവിടെ ഒബ്ജക്റ്റ് ആ സെന്റൻസിൽ ഇല്ലാത്തതുകൊണ്ട് മീ ചൂസ് ചെയ്തു. പിന്നെ കൺജക്ഷൻ വേർഡ് ടു ആണ്, ടു വെക്കണം. റൂള് ടു ഉണ്ടല്ലോ, ടു പ്ലസ് ക്ലോസ് ദ ഡോർ. ഓക്കെ,
ഇനി ഒരു നെഗറ്റീവ് സെന്റൻസ് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഇംപെരേറ്റീവ് സെന്റൻസിൽ ഹി സെഡ് ടു ദ ബോയ് കോമ ഇൻവെർട്ടഡ് കൊട്ടേഷൻ മാർക്കിൽ ഡു നോട്ട് സിറ്റ് ഹിയർ ക്ലോസ് ചെയ്യാം. ഹി സെഡ് ടു ദ ബോയ് കോമ ഡു നോട്ട് സിറ്റ് ഹിയർ, അത് കൊട്ടേഷൻ മാർക്കിൽ ഇടുന്നേ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവ് സെന്റൻസ് അല്ലേ. ഡു നോട്ട് എന്ന് പറഞ്ഞു, ഡു നോട്ട് സിറ്റ് ഹിയർ, അതൊരു നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരുമ്പോൾ എന്തായിരിക്കും? ഹി സെഡ് ടു ദ ബോയ് ഡു നോട്ട് സിറ്റ് ഹിയർ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? നമ്മൾ ആദ്യം അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യണം. ഹി സബ്ജക്റ്റ് ആദ്യം, ഹി ഓർഡേർഡ് ദ ബോയ്, പിന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ നോട്ട് വെക്കണം. ടുവിന് മുമ്പ് നമ്മൾ നോട്ട് വെക്കണം. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടു മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഡു നോട്ട് സിറ്റ് ഹിയർ, നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് മുമ്പിൽ വരുന്നു. റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഓർഡേർഡ് സെലക്ട് ചെയ്തു. ഹി ഓർഡേർഡ് ദ ബോയ് നോട്ട് ടു സിറ്റ് ദർ, ഹിയർ എന്നുള്ളത് ദർ ആണ്. ഓക്കെ അല്ലേ? വേറെ റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് വെച്ചിട്ടുള്ളത് നോക്കാം. എക്സാമ്പിൾ, the teacher said, comma, sit down. അത് കൊട്ടേഷൻ മാർക്കിൽ ഇടാം. The teacher said, comma, sit down. അതിന്റെ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ദി ടീച്ചർ ടോൾഡ്, പക്ഷെ ഒബ്ജക്റ്റ് ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അത് ഒബ്ജക്റ്റ് മീ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ദ ടീച്ചർ സെഡ് സിറ്റ് ഡൗൺ വേണമെങ്കിൽ ദ ടീച്ചർ സ്റ്റുഡൻസിനോട് പറഞ്ഞതായിട്ടും ഒബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞതായിട്ടും മീ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ ദ ടീച്ചർ ടോൾഡ് മീ, പിന്നെ ടു വെക്കണം, സിറ്റ് ഡൗൺ. അപ്പൊ ആൻസർ ഇതാണ്, ദ ടീച്ചർ ടോൾഡ് മീ ടു സിറ്റ് ഡൗൺ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനാണ്, ടീച്ചർ സ്റ്റുഡൻസിനോടാണ് പറഞ്ഞതെങ്കിൽ സ്റ്റുഡൻസിന്റെ വേർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദ ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു സിറ്റ് ഡൗൺ. അപ്പൊ ഇതിൽ കൊട്ടേഷൻ മാർക്കൊക്കെ നമ്മൾ മാറ്റണം, ഫുൾ സ്റ്റോപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ ടോൾഡ് വെച്ചിട്ട്, മദർ സെഡ് കോമ കൊട്ടേഷൻ മാർക്കിൽ ഫിനിഷ് യുവർ ഹോംവർക്ക്. മദർ സെഡ് കോമ ഇൻവെർട്ടർ ഇതില് ഫിനിഷ് യുവർ ഹോംവർക്ക്. അപ്പോൾ ഇവിടെയും ഒബ്ജക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് നമ്മളോടായിരിക്കും, അമ്മയല്ലേ, അപ്പം നമ്മളോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്, എന്നോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളവിടെ റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് ചൂസ് ചെയ്തു. ദ മദർ ടോൾഡ് മീ, പിന്നെ ടു വെച്ചു, ഫിനിഷ് യുവർ ഹോംവർക്ക് എന്നുള്ളത് മൈ ഹോംവർക്ക് ആവും. ദ മദർ ടോൾഡ് മീ ടു ഫിനിഷ് മൈ ഹോംവർക്ക്. ഏകദേശം മനസ്സിലായോ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയോ? നമ്മൾ സെന്റൻസ് കിട്ടി, ഇമ്പേരറ്റീവ് സെന്റൻസില് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യുക, അതാണ് മെയിൻ അതിലുള്ളത്. ആ സെന്റൻസിന്റെ ഏതാണ്, അപേക്ഷയാണോ, കമാൻഡ് ആണോ, ഓർഡർ ആണോ, അഡ്വൈസ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യുക. അതാണ് ഇതിന്റെ മെയിൻ ഇമ്പേരറ്റീവ് സെന്റൻസിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് ഇപ്പോ രണ്ടെണ്ണം നോക്കിയില്ലായിരുന്നോ? ടോൾഡ് എന്നുള്ളത് കഴിഞ്ഞു, ഓർഡർ അല്ലെങ്കിൽ ഓർഡർ എന്നുള്ളത് നോക്കാമേ. റിപ്പോർട്ടിംഗ് വെർബ് ഓർഡർ. എക്സാമ്പിൾ, ദ പോലീസ്മാൻ സെഡ് കോമ, ദ പോലീസ്മാൻ സെഡ് കോമ കൊട്ടേഷൻ ഇടുക, സ്റ്റോപ്പ് ദ കാർ, കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ് ഇടുക.
ദ പോലീസ്മാൻ സെഡ് സ്റ്റോപ്പ് ദ കാർ. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു ഓർഡർ ആണെന്നുള്ള കാര്യം. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഓർഡേർഡ് സെലക്ട് ചെയ്തു. ദ പോലീസ്മാൻ എന്ന് പറയാവോ? ദ പോലീസ്മാൻ ഓർഡേർഡ്. ആരോടായിരിക്കും ഓർഡർ പറഞ്ഞത്? ഇവിടെ ഒബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ ദ പോലീസ്മാൻ നമുക്ക് ഒബ്ജക്റ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഡ്രൈവറിനോടായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദ പോലീസ്മാൻ ഓർഡേർഡ് ദ ഡ്രൈവർ ടു സ്റ്റോപ്പ് ദ കാർ. ഓക്കെ അല്ലേ? ദ പോലീസ്മാൻ ഓർഡേർഡ് ദ ഡ്രൈവർ ടു സ്റ്റോപ്പ് ദ കാർ. അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഓർഡർ ആണ്. വേറൊന്ന് പിന്നെ ടു വെക്കണം. ടു വെക്കുക, ബാക്കിയെല്ലാം സെയിം ആണ്. അതിന്റെ കൊട്ടേഷൻ മാർക്ക് എല്ലാം മാറ്റണം, കോമയെല്ലാം മാറ്റണം, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അത്രേ ഉള്ളൂ. ഇനി റിപ്പോർട്ടിംഗ് വെർബ് അഡ്വൈസ് വെച്ചിട്ടുള്ളൂ നോക്കാം. കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നമുക്ക് സെന്റൻസ് മനസ്സിലാകും ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അഡ്വൈസ്, റിപ്പോർട്ടിംഗ് വെർബ് അഡ്വൈസ് എന്നുള്ളത് എക്സാമ്പിൾ ഫാദർ സെഡ് കോമ ഫാദർ സെഡ് കോമ കൊട്ടേഷൻ മാർക്ക് ഇടുക. ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. അപ്പൊ കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമോ? റിപ്പോർട്ടിംഗ് വെർബ് ഓൾറെഡി ഞാൻ പറഞ്ഞു അഡ്വൈസ് വെച്ചിട്ടാണ്. ഇതൊരു അഡ്വൈസ് ആണല്ലോ അല്ലേ? ദ ഫാദർ സെഡ് ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. ആരോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ട്രൈ ചെയ്യാവോ? സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് പിന്നെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്. ഇതാണ് അതിന്റെ റൂള് വരുന്നത്. ഒന്ന് പറയാവോ? ആരെങ്കിലും ട്രൈ ചെയ്യുക. റിപ്പോർട്ടിംഗ് വെർബ് അഡ്വൈസ് വെച്ചിട്ട്. ഫാദർ അഡ്വൈസ് ചെയ്യണം. ഫാദർ അഡ്വൈസ്ഡ് സണ്ണോ ഡോട്ടറോ പറഞ്ഞോടെ? അതിനും പറയാം, അല്ലെങ്കിൽ നീ എന്ന് പറയാം, എന്നോട് പറഞ്ഞാൽ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. ഓക്കെ, കറക്റ്റ്. ഓക്കെ അല്ലേ എല്ലാവരും? ഫാദർ അഡ്വൈസ്ഡ് മീ ടു ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി സെയിം നോക്കാം കേട്ടോ, അഡ്വൈസ് വെച്ചിട്ട്. ദ ഡോക്ടർ സെഡ് കോമ ഇൻവെർട്ടഡ് അല്ല കൊട്ടേഷൻ മാർക്കിലിട ടേക്ക് യുവർ മെഡിസിൻ ഓൺ ടൈം. ദ ഡോക്ടർ സെഡ് കോമ കൊട്ടേഷൻ മാർക്ക് ടേക്ക് യുവർ മെഡിസിൻ ഓൺ ടൈം കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ദ ആൻസർ ഇവിടെ ഒബ്ജക്റ്റ് ഏതായിരിക്കും? ടേക്ക് യുവർ മെഡിസിൻ ഓൺ ടൈം. ആരോടായിരിക്കും അഡ്വൈസ് ചെയ്തിരിക്കുന്നത്? പേഷ്യന്റിനോടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് നമ്മളത് പേഷ്യന്റ് എന്ന് വെക്കുക. പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് ഓൾറെഡി കിട്ടി, അഡ്വൈസ്ഡ് ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യന്റ്. ഓക്കെ, പറഞ്ഞോളൂ. The doctor advised the patient to take your medicines on time. ഓക്കെ, ഇനി വേറെ റിപ്പോർട്ടിംഗ് വെർബ് വെച്ചിട്ട് വേറെ തന്നെ റിക്വസ്റ്റഡ് ഉണ്ട്. ഓക്കെ, റിക്വസ്റ്റഡ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും സെന്റൻസ് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ഷീ സെഡ് കോമ ഷീ സെഡ് കോമ ഇൻവെർട്ടഡ് കൊട്ടേഷൻ മാർക്ക് പ്ലീസ് ഹെൽപ്പ് മീ.
കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇപ്പൊ റിക്വസ്റ്റഡ് വെച്ചിട്ട് ഓക്കെ. ഷീ റിക്വസ്റ്റഡ്, ഇവിടെ ഒബ്ജക്റ്റ് മീ വെക്കുവാണ്. ഷീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹെർ. മീ എന്നുള്ളത് ഹെൽപ്പ് ആണ്. പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളതല്ലേ. മീ ഉള്ളത് ഹെൽപ്പ് പ്രോണൗൺ വെക്കുക, ഹെർ ആവും കേട്ടോ. ഷീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹെർ. അതാണ് എൻ്റെ ആൻസർ. വൺ മോർ എക്സാമ്പിൾ. റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റ് വെച്ചിട്ട് മദർ സെഡ് കോമ, സ്പീഡ് ഓക്കെ അല്ലേ? Okay, okay. മദർ സെഡ് കോമ കൊട്ടേഷൻ മാർക്ക് പ്ലീസ് ഹെൽപ്പ് മീ. ഇതും സെയിം ഇങ്ങനെ വരുമല്ലേ. മദർ ഇത് mother തന്നെയല്ലേ? ആ Mother സെയിം, requested അതെ അതെ to help പറഞ്ഞോ. me. ആ Mother requested me to help her. ഹെൽപ്പ് ഹെർ. Me ചേർക്കണോ? ആ Her ഉപയോഗിച്ച്. ഇല്ല, ഹെൽപ്പ് മീ എന്ന് പറയുന്നത് അത് ഹെർ ആവും. Her ഓ അതന്നെ. അതെ. ഉം. അതർ ഇപ്പൊ 2 എക്സാമ്പിൾ കഴിഞ്ഞു. ഇതിന്റെ വേറെ എക്സാമ്പിൾ വേറെ ടൈപ്പ് നോക്കാം. എല്ലാം ഇതിങ്ങനെ പ്ലീസ് എന്താ അഡ്വൈസിന്റെ അല്ല റിക്വസ്റ്റിന്റെ ഏകദേശം എല്ലാം ആദ്യം പ്ലീസ് വരുവാണെങ്കിൽ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് പ്ലീസ് വെച്ചുള്ള ഇംപെരേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത റിപ്പോർട്ടിംഗ് വെർബ് വാണ്ട് വെച്ചിട്ട് WARNED വാണ്ട്. അതിന് എക്സാമ്പിൾ മദർ സെഡ് കോമ കൊട്ടേഷൻ മാർക്കിൽ ഡോണ്ട് ടച്ച് ദ ഫയർ. വാണിംഗ് ഇത് ഉള്ളിടത്ത് വാണ്ടെന്ന് ഉള്ളിടത്ത് മിക്കപ്പോഴും നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഡോണ്ട് ഡു, ഡോണ്ട് ടച്ച്, ഡോണ്ട് ക്രോസ്, അങ്ങനെ എന്ന് വെച്ചാൽ ചെയ്യരുത് എന്നുള്ള ഇതായിരിക്കും എപ്പോഴും വരുന്നത്. ഓക്കെ, മിക്ക വാണ്ടെന്ന് റിപ്പോർട്ടിംഗ് വെർബ് അങ്ങനെ സെലക്ട് ചെയ്യുക. നമുക്ക് ഡോണ്ട് ടച്ച് ദ ഫയർ അല്ലെങ്കിൽ ഡോണ്ട് ക്രോസ് ദ റോഡ്. ഡോണ്ട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ മിക്കതും അത് വാണ്ടായിരിക്കാം ചില വരുന്നത് എൻ്റെ റിപ്പോർട്ടിംഗ് വെർബ്. മദർ സെഡ് കോമ Mother want me. Mother want me not to touch the fire. അതെ, കാരണം ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടൂന് മുമ്പ് നമ്മളിപ്പോഴും നോട്ട് വെക്കുക. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ആണ്. മദർ വാണ്ട് മീ നോട്ട് ടു ടച്ച് ദ ഫയർ. നെക്സ്റ്റ് എക്സാമ്പിൾ. ദ പോലീസ്മാൻ സെഡ് കോമ ഡോണ്ട് ക്രോസ് ദ റോഡ്. ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യണേ. ഒന്നുകൂടി പറഞ്ഞേ. The policeman said, comma, don't cross the road. ഇവിടെ ഒബ്ജക്റ്റ് വേണമെങ്കിൽ ആൾക്കാരുടെ പീപ്പിൾസിനോട് പറയുന്നതായിട്ട് പറയാം അല്ലെ. ഇപ്പൊ ക്രോസ് ചെയ്യരുത്, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മീ എന്നും പറയാം. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെ വരും. ദ പോലീസ്മാൻ വാണ്ട് അസ് നോട്ട് ടു ക്രോസ് ദ റോഡ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് അല്ലെങ്കിൽ നമ്മളോടായിരിക്കും പറഞ്ഞത് ഇപ്പൊ ക്രോസ് ചെയ്യരുത്, വണ്ടി ഡോണ്ട് ക്രോസ് ദ റോഡ്. അപ്പൊ നമ്മളവിടെ അസ് യൂസ് ചെയ്ത ഒബ്ജക്റ്റ് വാണ്ട്. ദ പോലീസ്മാൻ വാണ്ട് അസ് നോട്ട് ടു ക്രോസ് ദ റോഡ്.
റിപ്പോർട്ടിംഗ് ജസ്റ്റ് ഒന്ന് പറയാവോ? റിപ്പോർട്ടിംഗ് വെർബ് ഏതൊക്കെ വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞ്? ഓർഡർ, അഡ്വൈസ്, റിക്വസ്റ്റഡ്, വാണ്ടഡ്. വാണ്ട്, ഉണ്ട്. പിന്നെ ടോൾഡ് പറഞ്ഞിട്ടുണ്ട്. ടോൾഡ്. ടോൾഡ്, ഓക്കെ, ടോൾഡ്. അപ്പൊ 5. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ ഡൗട്ട് ഇത് വന്നത് നമുക്ക് സജഷൻ വന്നപ്പോഴാണ്. സജസ്റ്റഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് വരുമ്പോൾ അത് ഞാൻ പറയാം കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബ് സജസ്റ്റഡ്, അത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൺഫ്യൂഷൻ വന്നായിരുന്നു. അപ്പൊ അതിന് 2 തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പറഞ്ഞോളൂ. പറഞ്ഞു. ഓക്കെ. അപ്പൊ അതില് ഈ സജസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ് വരുമ്പോൾ അതിൽ സെന്റൻസ് എപ്പോഴും ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. അതിന്റെ ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുവാണെങ്കിൽ അപ്പൊ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ സെഡ്, കോമ, let us go to the library. She said, comma, invert means quotation markilada let's എന്ന് ഒരു LET apostrophe S, അത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലെറ്റസിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് അങ്ങനെ എഴുതാലോ. ലെറ്റ്സ് ഗോ ടു ദ ലൈബ്രറി. അപ്പൊ ഇത് 2 തരത്തിൽ നമുക്ക് ഈ ഇംപെരറ്റീവ് സെന്റൻസ്, ഇതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ്. ഇതിനെ 2 തരത്തിൽ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലൊക്കെ രണ്ടെണ്ണമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ലെറ്റസ് വരുമ്പോൾ എപ്പോഴും സജസ്റ്റഡ് ആയിരിക്കും റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫോം ഇങ്ങനെയാ, അതിന്റെ റൂൾ ഇതാണ്. സജസ്റ്റഡ് പ്ലസ് വേർബ് പ്ലസ് അതിന്റെ ING ഫോം, വേർബിന്റെ ING ഫോം. സജസ്റ്റഡ് പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ. ഒന്നുകിൽ സജസ്റ്റഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതാം, സജസ്റ്റഡ് വെച്ചിട്ട് എഴുതാം. രണ്ടാമത്തത് സജസ്റ്റഡ് ദാറ്റ് വെച്ചിട്ട് എഴുതാം. ഓക്കെ, സജസ്റ്റഡ് ദാറ്റ്. ഫസ്റ്റ് മോഡല് സജസ്റ്റഡ് പ്ലസ് വേർബ് പ്ലസ് ING. സെക്കൻഡ് സജസ്റ്റഡ് ദാറ്റ് പ്ലസ് we should plus base form of verb. വെർബിന്റെ ബേസ് ഫോം ഫസ്റ്റ് ഫോം എഴുതണം. ഓക്കെ. അപ്പൊ ഇത് ഫസ്റ്റ് സജസ്റ്റഡ് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? She suggested to go on the library എന്നാണോ? Go മാറോ? ഇല്ല, she suggested വേർബിന്റെ ING ഫോം എഴുതണം. She suggested going to the library. ING ഉപയോഗിക്കണം അല്ലേ? അപ്പൊ ഒരു ടൈപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം, ING ഫോം വെച്ചിട്ട് ഷീ സജസ്റ്റഡ് പ്ലസ് വേർബിന്റെ ING ഫോം വെച്ചിട്ട് ഷീ സജസ്റ്റഡ് ടു വേണ്ട കേട്ടോ, ഗോയിങ് ദ ലൈബ്രറി.
ഇനി ഷീ സജസ്റ്റഡ്, ഇനി ദാറ്റ് വെച്ചിട്ടാണെങ്കിൽ ഷീ സജസ്റ്റഡ് ദാറ്റ് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഷീ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ടു ദ ലൈബ്രറി. ഇങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് സജസ്റ്റഡ് വരുവാണെങ്കിൽ സജസ്റ്റഡ് റിപ്പോർട്ടിംഗ് വെർബ്, ഇപ്പൊ ലെറ്റസ് വെച്ച് തുടങ്ങുന്ന എല്ലാത്തിന്റെയും ഈ രണ്ട് ഫോമിൽ നമുക്ക് എഴുതാം. ഒന്നുകിൽ സജസ്റ്റഡ് പ്ലസ് ING ഫോം ഓഫ് വെർബ് വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ സജസ്റ്റഡ് ദാറ്റ് എന്ന് എഴുതിയിട്ട് പ്ലസ് വി ഷുഡ് പ്ലസ് ബേസ് ഫോം. അപ്പൊ ഈ ഒരു സെന്റൻസ് ഇങ്ങനെയാകും: ഷീ സജസ്റ്റഡ് ഗോയിങ് ടു ദ ലൈബ്രറി. ഒരു ടൈപ്പ് ഇങ്ങനെ എഴുതാം: ഷീ സജസ്റ്റഡ് ഗോയിങ്. ഇവിടെ ഗോ വേർബ് ഗോ ആണല്ലോ, അപ്പൊ അതിന് ING ഫോം എഴുതാം, ഗോയിങ് ദ ലൈബ്രറി. ഓക്കെ, ടു വേണ്ട. സെക്കൻഡ് ഷീ സജസ്റ്റഡ് ദാറ്റ് എന്ന് വെക്കുവാണെങ്കിൽ വി ഷുഡ് ഗോ ടു ദ ലൈബ്രറി. ഈ രണ്ട് തരത്തിൽ നമുക്ക് ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഇംപെരേറ്റീവ് സെന്റൻസിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ നമുക്ക് 2-3 എക്സാമ്പിൾസ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒന്ന് നമ്മൾ ഇങ്ങനെ എഴുതാ: ഷീ സജസ്റ്റഡ് ഗോയിങ് ടു ദ ലൈബ്രറി. രണ്ടാമത്തെ ഷീ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ടു ദ ലൈബ്രറി അല്ലേ? അതെ. ഓക്കെ. ING വരുമ്പോൾ അവിടെ ടു വേണ്ട കേട്ടോ. നമുക്ക് 2-3 സെന്റൻസ് ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്ന 2 ഇംപെരേറ്റീവ് സെന്റൻസിന്റെ 2 എക്സാമ്പിൾസ് നോക്കാം, കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി മനസ്സിലാവും. ഒന്ന്, ഫസ്റ്റ് വൺ എക്സാമ്പിൾ: ദ ടീച്ചർ സെഡ് കോമ quotation മാർക്കിൽ let us begin the class. Let us begin the class. ഈ ലെറ്റേഴ്സ് ലെറ്റ് അസ് എന്നുള്ളത് ചിലപ്പോൾ ലെറ്റ് എന്ന് അപ്പോസ്ട്രോഫി കഴിഞ്ഞ് എസ് മാത്രമേ തരത്തുള്ളൂ. അപ്പൊ നമ്മൾ അസ് ലെറ്റേഴ്സ് അതിന്റെ ഷോർട്ട് ഫോം ആണല്ലോ ലെറ്റ്സ്, അങ്ങനെ എഴുതാം: ലെറ്റസ് ബിഗിൻ ദ ക്ലാസ്. അപ്പൊ ഇതില് നമുക്ക് ഫസ്റ്റ് ഫോം വെച്ച് സജസ്റ്റഡ് പ്ലസ് വേർബിന്റെ ING ഫോം വെച്ച് എഴുതുവാണെങ്കിൽ ആൻസർ വരുന്നത് ദ ടീച്ചർ സജസ്റ്റഡ് ബിഗിനിങ് ദ ക്ലാസ്. സജസ്റ്റഡ്, അവിടെ ദാറ്റ് വരുന്നില്ല, സജസ്റ്റഡ് പ്ലസ് ING ഫോം. ഇവിടെ ബിഗിൻ ആണ് വേർബ് വരുന്നത്, അതിന്റെ ING ഫോം എടുക്കുക. ദ ടീച്ചർ സജസ്റ്റഡ് ബിഗിനിങ് ദ ക്ലാസ്, അങ്ങനെ വരും. അടുത്തത് ദ ടീച്ചർ ദാറ്റ് സജസ്റ്റഡ് ദാറ്റ് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ ദ ടീച്ചർ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ബിഗിൻ ദ ക്ലാസ്. അവിടെ ബിഗിൻ എന്നുള്ളത് ബേസ് ഫോം ആണ്, ആ വേർബ് അങ്ങനെ എഴുതുക, അതിലൊരു ചേഞ്ചും ഇല്ല. വി ഷുഡ് ബിഗിൻ ദ ക്ലാസ്. ഓക്കെ അല്ലേ? രണ്ട് തരത്തിൽ നമുക്കിത് ഈ ഇംപെരേറ്റീവ് ലെറ്റസ് വെച്ച് തുടങ്ങുന്നത് എപ്പോഴും ഇംപെരേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഇംപെരേറ്റീവ് സെന്റൻസിന് ഇംപെരേറ്റീവിന്റെ റിപ്പോർട്ടിംഗ് വെർബ് സജസ്റ്റഡ് ആയിരിക്കും. രണ്ട് തരത്തിൽ നമുക്ക് സജസ്റ്റഡ് യൂസ് ചെയ്യാം. ഒന്ന് സജസ്റ്റഡ് പ്ലസ് വെർബിന്റെ ING ഫോം വെച്ച് എഴുതാം. സെക്കൻഡ് വൺ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് വെച്ചിട്ട്, കാരണം ബി ഷുഡ് എന്ന് വെച്ചാൽ ലെറ്റ് അസിന്റെ അസ് ബി ആവുന്ന അവിടെ വി ഷുഡ്, പിന്നെ നോർമൽ B1 ഫോം ഓഫ് ദ വെർബ്, ബേസ് ഫോം ഓഫ് ദ വെർബ് വെക്കാം. അത്രേ ഉള്ളൂ. വൺ മോർ എക്സാമ്പിൾ: മൈ ഫ്രണ്ട് സെഡ് കോമ quotation മാർക്ക് let us play football. ഒന്നും കൂടി പറയോ? My friend said comma quotation mark let us play football. ആൻസർ സജസ്റ്റഡ് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ മൈ ഫ്രണ്ട് സജസ്റ്റഡ്. പറഞ്ഞോക്കട്ടെ, ഞാൻ പറഞ്ഞോ. പറയുകയാണെങ്കിൽ മൈ ഫ്രണ്ട് സജസ്റ്റഡ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ. പിന്നെ മൈ ഫ്രണ്ട്സ് സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് പ്ലേ ഫുട്ബോൾ.
ഫാദർ അടുത്തത്. ഒന്ന് എഴുതട്ടെ, ഒരു മിനിറ്റ് ഒന്ന് എഴുതട്ടെ. ഉം, ഉം. ഓക്കെ. ഒരു എക്സാമ്പിൾ കൂടി പറയട്ടെ. ദ ക്യാപ്റ്റൻ സെഡ്, കോമ, quotation mark, let's start the practice. Let's, LET apostrophe S. Let's start the practice. Quotation mark close ചെയ്യുക, പിന്നെ full stop ഇടുക. The captain said, comma, let's start the practice. സജസ്റ്റഡ് വെച്ചിട്ടൊന്ന് പറയാമോ? The captain suggested. The captain suggested അല്ലേ, suggested the starting the practice. Suggested starting the practice. ING form of the verb, the practice. Okay. Second. The captain suggested that we should start the practice. ഒരു എക്സാമ്പിൾ കൂടിയേ. Mother said, comma, let's, quotation mark, let's, LET apostrophe S, clean the house. Let's clean the house. Mother said, comma, let's clean the house. ബിസ്മിയ ഇന്ന് വന്നിട്ടില്ല അല്ലെ? ബിസ്മിയ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്, ഇതിന്റെ ഒരു ഡൗട്ട് ഇപ്പൊ ചോദിച്ചത്, ലെറ്റസ് വെച്ച് വരുമ്പോ എങ്ങനെയാണ്? ബിസ്മിയ ക്ലാസ്സിലില്ല, കേറിയിട്ട്. പറയാട്ടെ, എല്ലാവർക്കും പറയാട്ടെ, ഞാൻ ജസ്റ്റ് പറയാന്നുള്ളൂ കേട്ടോ, എല്ലാവർക്കും പറയാട്ടാ. വേറെ ആരും പറയുന്നില്ല. എന്തായാലും മനസ്സിലായില്ലേ? ലെറ്റസ് വെച്ച് വരുമ്പോ മനസ്സിലായി. ഇതൊന്ന് പറയാവോ? The captain said, let's start the practice. Mother അല്ലേ? Mother said, let's. അത് കഴിഞ്ഞാ? ഓക്കെ. Mother said, let's clean the house. അതന്നെ. Mother, ഇപ്പൊ പറയണത്, ഇപ്പൊ mother suggested cleaning the house. പിന്നെ mother suggested that we should clean the house. ഓക്കെ. അപ്പൊ അത് ലെറ്റേഴ്സ് വെച്ചിട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് അല്ലാത്ത എക്സാമ്പിൾ, കോമൺ ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു 2-3 സെന്റൻസ് പറയാം. അപ്പൊ അതിൽ റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കണേ.
ഓക്കെ, ഒരു എക്സാമ്പിൾ. ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതിക്കോളൂ. The teacher said, comma, the teacher said, comma, quotation markil, do not talk in the class. ഇതാണ് ക്വസ്റ്റ്യൻ. The teacher said, comma, quotation mark ഇടുക, do not talk in the class, ക്ലോസ് ചെയ്യുക, പിന്നെ ഫുൾ സ്റ്റോപ്പ്. ഒന്ന് ട്രൈ ചെയ്യാവോ? റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് പറഞ്ഞോടെ? ടോൾഡ് ഡു നോട്ട് ടോക്ക് ഇൻ ദ ക്ലാസ് ആണ്. ഡു നോട്ട് ടോക്ക് ഇൻ ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ടോൾഡ് പറയാം. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ? ഓർഡർ ആണോ? ഓർഡർ വെക്കാം, ഓർഡർ വെക്കാം. ഓർഡർ വയ്ക്കാം. അപ്പൊ Okay. the teacher ordered not to talk in the class. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ആര് ചൂസ് ചെയ്യാം? ആരോടായിരിക്കും പറഞ്ഞിരിക്കാന്ന് നമുക്ക് ഒബ്ജക്റ്റ് വേണമെങ്കിൽ സ്റ്റുഡൻസിനോട്. ഇത് ക്ലാസ്സിലല്ലേ സംസാരിക്കുന്നത്, അപ്പൊ ഇതിന്റെ നമുക്ക് സ്റ്റുഡൻസിനോട് പറയുന്നതായിട്ട്. അപ്പൊ സ്റ്റുഡൻസ് വേണമെങ്കിൽ ഒബ്ജക്റ്റ് വെക്കാം. The teacher ordered the student അങ്ങനെ വെക്കാം. Not to talk in the class. Okay. ഇവിടെ ഒബ്ജക്റ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസ് ഒബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വെക്കാം. The teacher ordered the student not to talk in the class. One more example. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The manager said, comma, the manager said, comma, quotation mark, complete the work today. quotation mark ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പൊ ഇതൊന്ന് പറയാമോ? The manager said, comma, quotation mark, the complete the work today, close, quotation mark ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ട്രൈ ചെയ്യാമോ? സപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യണം ആദ്യം. ആരോടായിരിക്കും പറഞ്ഞിരിക്കുക? ദ മാനേജർ ആണ്. കംപ്ലീറ്റ് ദ വർക്ക് ടുഡേ. മാനേജർ ആരോടായിരിക്കും പറഞ്ഞിരിക്കുക? ഒബ്ജക്റ്റ് വേണമെങ്കിൽ സ്റ്റാഫിനോട് പറയാം, എംപ്ലോയീസിനോട് പറയാം, ആരോട് വേണമെങ്കിലും. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടി. ഇനി ഒരു റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് വെർബ് എന്തായിരിക്കും? ഇത് ഓർഡർ ആയിരിക്കും. ഓർഡർ അല്ലേ? ഒരു ഓർഡർ അല്ലേ? ദ മാനേജർ സെഡ് കംപ്ലീറ്റ് ദ വർക്ക് ടുഡേ. അതെ. ദ മാനേജർ ordered the staff or employees, പിന്നെ ടു വെക്കണം. കണ്ടീഷൻ വേർഡ് എപ്പോഴും ടു വെക്കണം ഇവിടെ. ടു കംപ്ലീറ്റ് ദ വർക്ക് ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും. The manager ordered the employees to complete the work that day. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ റിൻഷി, കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി മാം. എനിക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി എല്ലാവരും. ഓക്കെ. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് വോയിസ് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടല്ലോ. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ദാറ്റ്സ് ഓൾ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സ് ഇനി ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ചാപ്റ്ററിലേക്ക് പോകട്ടോ. ഓക്കെ, ഇനി നാളെ എന്റെ ക്ലാസ് ആയിരിക്കില്ല കേട്ടോ. ഇന്ന് അറിയാലോ അപർണ മിസ് ക്ലാസ് ആയിരുന്നു. ഞാൻ അടുത്ത നാളെ മിക്കവാറും അപർണ മിസ് ആയിരിക്കും.
ഓക്കെ യാ നിങ്ങൾക്ക് നാളെ 10:30 ഓക്കെ ആണോ? ഫോണിക്സ് ക്ലാസ് 10:30. എന്താ ഇൻഫർമേഷൻ വരും കേട്ടോ, നോക്കാം. ഓക്കെ, ഇൻഫർമേഷൻ വരും, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ വരെ. യാ ദാറ്റ്സ് ഓൾ. സോ ഇന്ന് ഉണ്ടോ മാം? ഇല്ലല്ലോ, ഇന്നില്ല, ഇന്നില്ലല്ലേ? ഓക്കെ മാം. നാളെയും എന്താ ഇൻഫർമേഷൻ വരും കേട്ടോ. ഓക്കെ, ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. യാ അപ്പൊ വൈൻഡപ്പ് ചെയ്യാവേ. സൈൻ ഔട്ട് എന്ന് പറയാമോ? സൈൻ ഔട്ട് പറയൂ. ഇതുവരെ നമ്മൾക്ക് എല്ലാം നന്നായി പറഞ്ഞു തന്ന ലിൻഷിക്കും അതേപോലെ ആതിരയ്ക്കും നമ്മുടെ അശ്വതി മാമിനും ഞാൻ സൈൻ ഔട്ട് പറയുന്നു. Okay, so thank you all, and see you next class. Okay, bye. താങ്ക് യു. താങ്ക് യു. Bye. Thank you.